ദൈവാത്മാവേ സ്നേഹസ്വരൂപ നിത്യസഹായകനേ, അന്ത്യവിധിക്കായി ഒരുങ്ങിടുവാൻ എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ദൈവവചന പ്രഘോഷത്തിൽ യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാതെ ഹൃദയം കഠിനമാക്കിയാൽ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല എന്ന് ദൈവം നമ്മെ ഉത്ബോധിപ്പിച്ചു. തുടർന്ന് അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നത് പ്രാർത്ഥനയോടെ കേൾക്കാം. റോമാലേഖനം 10:9 ഇങ്ങനെ പറയുന്നു: ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആ വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച ഒരാൾക്ക് മാത്രമേ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയാൻ സാധിക്കുകയുള്ളൂ. കാരണം വചനം ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കാസ് വിശേഷം 6:45. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. വചനമനുസരിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ അധരം അത് ഏറ്റുപറയുകയുള്ളൂ. നമ്മിൽ പലർക്കും യേശുനാമം ഏറ്റുപറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ യേശു ക്രിസ്തുവിൽ വിശ്വാസമില്ല. അതാണ് കാരണം. വിശ്വാസം ഉണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് വചനത്തിൽ പറയുന്നത് നമുക്കിന്ന് കേൾക്കാം. റോമാലേഖനം 10:10 ഇങ്ങനെ പറയുന്നത്: മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ വചനത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസം മൂലമാണ്. പൂർവ്വപിതാക്കന്മാർ എല്ലാവരും തന്നെ ദൈവകൽപ്പനകളും നിയമവും വരും മുൻപ് ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെട്ടത് ദൈവത്തിലുള്ള അദമ്യമായ വിശ്വാസം നിമിത്തമാണ്. നമുക്കതിനെക്കുറിച്ച് പഴയ നിയമം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ആബേൽ, ഹെനോക്ക്, നോഹ, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, ഇവരെല്ലാം കൽപ്പനയും നിയമവും ദൈവം നൽകുന്നതിന് മുൻപ് ദൈവത്തിൽ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്നവരാണ്. വിശ്വാസം മൂലം അവർ ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെട്ട ശ്രേഷ്ഠന്മാരാണ്. അതിനെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ 11:4-31 വരെ വായിച്ചാൽ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസം മൂലം മുൻ പറഞ്ഞ പൂർവ്വപിതാക്കന്മാരെല്ലാവരും നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണെന്നത് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് അവർ നീതീകരിക്കപ്പെട്ടതെന്ന്. റോമാലേഖനം 10:17 അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം, പൂർവ്വപിതാക്കന്മാർ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് വെളിപാടുകൾ വഴിയും
പ്രവാചകന്മാർ വഴിയും ദൈവം യേശുക്രിസ്തുവിനെ പറ്റി പൂർവ്വപിതാക്കന്മാരോട് സംസാരിച്ചിരുന്നു. ദൈവം നേരിട്ട് സംസാരിച്ച പൂർവ്വപിതാക്കന്മാരുമുണ്ട്. ദൈവം പറഞ്ഞത് വിശ്വസിക്കാത്ത പൂർവ്വപിതാക്കന്മാരുമുണ്ട്. അവരെക്കുറിച്ചാണ് യേശയ്യാ പ്രവാചകൻ പറയുന്നത്. യേശയ്യാ പ്രവചനം 53:1 റോമാലേഖനം 10:16 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവനും ആരാണ്? ദൈവം പറഞ്ഞതായ ദൈവം കൊടുത്തതായ വെളിപാടുകൾ വഴിയും പ്രവാചകന്മാർ വഴി നൽകിയതായ വചനങ്ങൾ വഴിയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം പല പൂർവ്വപിതാക്കന്മാർക്കും ഉണ്ടായിരുന്നില്ല. അവരന്നേ വിശ്വസിച്ചതുകൊണ്ടാണ് അവരെല്ലാം നീതീകരിക്കപ്പെട്ടത്. യേശുക്രിസ്തുവിൽ അന്നേ അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു. നോഹയുടെ കാലത്ത് നീതിമാന്മാരായിട്ടുണ്ടായിരുന്ന കുറേ പേര് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവരെല്ലാവരും മരിച്ച് പാതാളത്തിലടക്കപ്പെട്ടു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു പാതാളങ്ങളിൽ ഇറങ്ങിയതെന്നാണ് വിശുദ്ധ പത്രോസിലെ പറയുന്നത്. അവരെയും കൂട്ടിക്കൊണ്ടാണ് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത്. അപ്പോൾ ആ നീതിമാന്മാർ വിശുദ്ധരായിരുന്നത് എന്നാണ് പത്രോസിലയുടെ ലേഖനത്തിൽ പറയുന്നത് തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് അവരന്ന് നീതിമാന്മാരായിരുന്നു, പക്ഷേ പല പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ട് അവർ നോഹ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാതെ ആയിത്തീർന്നു. അതുകൊണ്ട് അവർക്ക് നോഹയുടെ പേടകത്തിൽ കയറിപ്പറ്റാൻ സാധിക്കാതെ പോയി. അതുകൊണ്ടാണ് അവർ പിന്തള്ളപ്പെട്ടത്. ഇനി വരാൻ പോകുന്നതായ റാപ്ചറിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പലരും നീതിമാന്മാരായിട്ട് ജീവിക്കുന്ന ധാരാളം വ്യക്തികൾ ഇന്നുണ്ട്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ദൈവവചനം കർത്താവായ യേശു പറഞ്ഞിട്ടുള്ളതുപോലെ, മത്തായി സുവിശേഷം 25 പറഞ്ഞിട്ടുള്ളതുപോലെ, വിവേകമതികൾ ആയിട്ടുള്ള കന്യകമാർ എണ്ണ കരുതിയിരുന്നു. മണവാളിൻ്റെ കൂടെ വിളക്ക് തെളിച്ച് മണിവറയെ കയറാനുള്ള ഒരുക്കമുള്ളവരായ 5 കന്യകമാർ വിവേകമതികളായി കണ്ടു. അവരെ പോലെ പ്രത്യാശയോടെ പാർത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഈ റാപ്ചറിൽ എടുക്കപ്പെട്ട സഭയിൽ പെടുവർ. കർത്താവായ യേശുവിൻ്റെ മണവാട്ടിയമാരായി എടുക്കപ്പെടും. അല്ലാത്തവരെല്ലാം കൈവിടപ്പെട്ട സഭയിൽ പെടും. പക്ഷേ പിന്നീട് അവർക്ക് മാനസാന്തരം ഉണ്ടായാൽ ഇനിയുള്ള കാലത്ത് എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വരാൻ പോകുന്ന മഹോപദ്രവ കാലത്ത്, മഹാപീഡകളുടെ കാലത്ത് അവർ കൈവിടപ്പെട്ടു പോയാൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്നുകൂടും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇനിയെങ്കിലും വിവേകമതികളായ കന്യകളെപ്പോലെ എണ്ണ ശേഖരിക്കുന്നവരായി തീരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. കാരണം അതുകൊണ്ടാണ് യേശയ്യാ പ്രവചനത്തിലൂടെ കർത്താവ് ഇങ്ങനെ വിളിച്ചത്. എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണെന്ന്. അപ്പോൾ കർത്താവ് തൻ്റെ പ്രവാചകന്മാരിലൂടെയും അപ്പസ്തോലന്മാരുടെയും പറയുന്നതായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റം വരുത്താൻ തയ്യാറാകുന്നവരെല്ലാം കർത്താവിൻ്റെ വരവോടുകൂടി എടുക്കപ്പെടും. അല്ലാത്തവരെല്ലാം പിന്തള്ളപ്പെടും എന്നുള്ളൊരു ആശയം കൂടി ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇത് പുതിയ നിയമത്തിൽ റോമാലേഖനത്തിൽ പൗലോസ് എഴുതിയ സംഭവം കൂടിയാണത്. 10:16 റോമാലേഖനം 10:16 എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ്? യേശയ്യാ പ്രവാചകൻ പഴയ നിയമത്തിൽ പറഞ്ഞു തന്നെ റോമാലേഖനത്തിൽ പൗലോസ് എടുത്തു പറയുവാണ്. അപ്പോൾ കർത്താവിൻ്റെ സത്യസത്യമായ വചനം ശ്രവിച്ചിട്ടും വിശ്വസിക്കാത്തവരാണെങ്കിൽ അവർ പിന്തള്ളപ്പെടും സഹോദരങ്ങളെ. അതാണ് ഇവിടെ എടുത്തു പറയാനുണ്ടായ കാരണം. യേശു പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന പ്രവാചകന്മാരും രാജാക്കന്മാരും ഉണ്ടായിരുന്നതായിട്ട്
വചനത്തിൽ പറയുന്നുണ്ട് യേശു. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ലൂക്കാസ് വിശേഷം 10:24. ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. തുടർന്ന് ശിഷ്യന്മാരോട് യേശു പറയുകയാണ്. മത്തായി 13:16 നിങ്ങളുടെ കണ്ണുകളും കാതുകളും ഭാഗ്യമുള്ളത്. കാരണം എന്താണ്? അത് വചനമനുസരിച്ച് പറയുകയാണെങ്കിൽ യേശുവിൻ്റെ സുവിശേഷം കേൾക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. കാരണം ദൈവത്തെക്കുറിച്ചും അവിടെ നിന്ന് അയച്ച പുത്രനായ യേശുവിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നിത്യജീവൻ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ വിശേഷം 17:3 പറയുന്നത്. ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അതായത് പിതാവായ ദൈവത്തെ നമ്മൾ അറിയണം, പുത്രനായ യേശുവിനെയും നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ അറിയണം? മത്തായി സുവിശേഷം 11:27 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിതാവിനെക്കുറിച്ച് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു അവർക്കുമല്ലാതെ മറ്റാർക്കും പിതാവിനെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. പുത്രൻ ആരാണ്? വചനമാകുന്ന യേശു ക്രിസ്തു. ഈ വചനത്തിലൂടെ മാത്രമേ പിതാവിനെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. വചനമാകുന്ന യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരാതെ പിതാവായ ദൈവത്തെക്കുറിച്ച് യാതൊരുവിധ അറിവും നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് വിശുദ്ധ വചനം എന്ന് നമ്മൾ പറയുന്നു. അതായത് ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തന്നെ നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് വചനം. ഈ വചനം ആകുന്ന യേശു, സർവ്വജ്ഞാനങ്ങളുടെ ഉറവിടം യേശു ക്രിസ്തു ആണെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം 1:1 പറയുന്നത്. സർവ്വജ്ഞാനവും കർത്താവായ യേശുവിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ ഈ സർവ്വജ്ഞാനമാകുന്ന വചനം നമ്മൾ സ്വീകരിക്കുക വഴിയാണ് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പരിപൂർണമായി ലഭിക്കുന്നത്. അപ്പോൾ വചനം നമ്മൾ സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഒരിക്കലും കിട്ടില്ല. പലരൊക്കെ പറയും, ഞാൻ ദൈവത്തെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞിട്ടുള്ളതാണ്, എനിക്കറിയാവുന്ന പോലെ ദൈവത്തെക്കുറിച്ചൊന്നും ആർക്കും അറിഞ്ഞുകൂടാ എന്നൊക്കെ പലരും വീമ്പെടുക്കാറുണ്ട്. പക്ഷേ അവരോട് ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയാൻ പാടുണ്ടാകില്ല. കാരണം അവർ വചനം മനസ്സിലാക്കുകയോ വചനം അഭ്യസിക്കുകയോ വചനം അനുസരിച്ച് ജീവിതത്തെ മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ യേശു നേരത്തെ പറഞ്ഞതുപോലെ പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു അവർക്കല്ലാതെ മറ്റാർക്കും പിതാവിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ വചനം വഴിയാണ് പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. വചനം അറിയാത്തിടത്തോളം കാലം പിതാവായ ദൈവത്തെ നമ്മൾ അറിയില്ല. അറിയാമെന്ന് പറയുന്നത് നുണയാണ്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. കൂടാതെ യോഹന്നാന്റെ വിശേഷം 6 ഇതിനെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. യോഹന്നാൻ 6:40 പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പുത്രനെ എങ്ങനെയാണ് കാണുന്നത്? വചനത്തിൽ കാണണം പുത്രനെ. അപ്പോൾ പുത്രനെ വചനത്തിൽ കാണുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യണം, അവനിൽ വിശ്വസിക്കുകയും ചെയ്യണം. നമ്മൾ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന്. കാരണം എന്താണ്? ഈ പുത്രനാകുന്ന വചനത്തെ നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ പിതാവിനെക്കുറിച്ച് ബോധ്യമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുമെന്ന് പിതാവിനറിയാം. പിതാവിനെക്കുറിച്ച് അറിയാത്തവൻ നിത്യതയിൽ ചെന്നിട്ട് എന്താ കാര്യമുള്ളത്? നമുക്ക് ബന്ധുവായിട്ട് ഒരാളും ഇല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക്, ഈ ഇന്ത്യ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് ജോലി തരാൻ പറ്റിയ ഒരു കമ്പനി അവിടെ ഉണ്ടാകണം. യോഹന്നാന്റെ വിശേഷം 6:40 ഇങ്ങനെ പറയുന്നത്, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം.
അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. പുത്രനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വചനത്തിൽ കാണണം പുത്രനെ. വചനം എന്ന് പറയുന്നത് പുത്രനായ യേശു ക്രിസ്തുവാണ്. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് വചനം. ഈ വചനത്തിൽ നമ്മൾ പുത്രനെ കാണണം. തുടർന്ന് പറയുവാണ്, ആ വചനത്തിൽ അവനിൽ വിശ്വസിക്കുകയും ചെയ്യണം. അവനാണ് നിത്യജീവൻ സ്വീകരിക്കുന്നത്. പിന്നെ പറയുവാണ്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിത്യജീവൻ കിട്ടണമെന്നുള്ളതാണ് പിതാവിൻ്റെ ആഗ്രഹം എന്ന് യേശു പറയുവാണ്. അപ്പം എങ്ങനെയാണ് വചനം? പുത്രനെ കാണുകയും പുത്രനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. തുടർന്ന് പറയുന്ന വാഗ്ദാനം വളരെ വലിയൊരു വാഗ്ദാനമാണ്. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് അന്ത്യദിനത്തിൽ കർത്താവായ യേശു ഉയർപ്പിക്കുകയാണ്. ആ ഒരു വലിയ ഒരു വാഗ്ദാനവും കൂടി ഇതിൻ്റെ കൂടെ കർത്താവായ യേശു നമുക്ക് തരുന്നുണ്ട്. തുടർന്ന് നമുക്ക് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാത്ത മനുഷ്യരായ നമുക്കുള്ളൊരു കുറവ് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പരസ്പരം മഹത്വം സ്വീകരിക്കുന്നതാണ് പലർക്കും ഇഷ്ടം. ഞാൻ വലിയ വ്യക്തിത്വമുള്ള ആളാണ്, കേമനാണ് എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും? മറ്റുള്ള വ്യക്തികളെ നമ്മൾ മഹത്വീകരിച്ച് പറയും. അപ്പോൾ അവർ തിരിച്ചെന്ത് പറയും? നമ്മളെ മഹത്വീകരിച്ച് പറയും. ഇതുകൊണ്ടൊരു താൽക്കാലിക സന്തോഷം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് യേശു പറയുന്ന വചനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു എന്ത് പറയുന്നത് നമുക്ക് കേൾക്കാം. യോഹന്നാൻ്റെ വിശേഷം 5:44. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അപ്പോൾ നമ്മുടെ ഈ ലോകത്തിൻ്റെതായ ആ മഹത്വീകരണത്തിൽ നിന്ന് നമ്മളൊരിക്കലും വിട്ടുമാറുന്നില്ല. ഈ പറഞ്ഞ വചനം അനുസരിച്ച് പരസ്പരം നമ്മൾ മഹത്വീകരിച്ചുകൊണ്ടിരിക്കും. തമ്മിൽ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള മഹത്വീകരണം നമുക്ക് പാടില്ല എന്നാണ് ക്രിസ്തു പറയുന്നത്. കാരണം നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത് ക്രിസ്തുവിനെയാണ്. നമ്മൾ ഈ ലോകത്തിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളെ സ്വർഗരാജ്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ യേശു നമ്മളെ മഹത്വപ്പെടുത്തും. പക്ഷേ പിതാവിനെ നമ്മൾ ഈ ലോകത്തിൽ മഹത്വപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ മാത്രമേ സ്വർഗത്തിൽ നമ്മൾക്കും മഹത്വം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ദൈവമായ കർത്താവ് നൽകുന്നതായ ഈ മഹത്വം നാം പലപ്പോഴും തട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ഈ സ്വർഗത്തിൽ പിതാവിൻ്റെ മുമ്പിൽ കിട്ടുന്നതായ മഹത്വം, ആ മഹത്വം സ്വീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് വരുമോ, അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയമാണ്. അല്പം ബുദ്ധിമുട്ടിയാലും അല്പം കഷ്ടപ്പെട്ടാലും നമ്മൾ നിത്യകാലത്തേക്ക് എന്നെന്നും ദൈവത്തോടു കൂടി ആയിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ദൈവത്തോട് ആയിത്തീരണമെങ്കിൽ ദൈവം തരുന്ന മഹത്വം അന്വേഷിക്കണമെന്നാണ് ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്താണ് ആ മഹത്വം എന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ വിശേഷം 1:14 നമ്മൾ നേരത്തെ കേട്ട വചനമാണത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ആരുടെ മഹത്വം? ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ഈ മഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. എന്താണ്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കണം. നമ്മളിതുവരെ ദർശിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ 2000 വർഷം മുമ്പ് കർത്താവായ യേശു ജീവിച്ച് അവൻ നമുക്ക് വേണ്ടി ബലിയർപ്പണം നടത്തി. എന്തിനു വേണ്ടി? നമ്മൾ ഓരോരുത്തരെയും ഈ ലോകമാകുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, പിശാചിൻ്റെ തടവറയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവിടെ സ്വയം ബലിയർപ്പണം നടത്തി. പിതാവായ ദൈവം പുത്രനെ ഇങ്ങോട്ട് ബലിയായി അയച്ച് പുത്രൻ ഇവിടെ വന്ന്
മനുഷ്യർക്ക് കീഴ്വഴങ്ങിക്കൊണ്ട് മഹാപുരോഹിതൻ്റെ കരങ്ങളാൽ ബലി അർപ്പിച്ച് ബലി നടത്തി. എന്നേക്കുമായിട്ട് ആ പൗരോഹിത്യം അവിടെ നിന്ന് സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും വേണ്ടി, നമ്മുടെ ബലഹീനതകൾക്കും ദൗർബല്യങ്ങൾക്കും വേണ്ടി എന്നെന്നും മധ്യസ്ഥം യാചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യർക്ക് എന്തെല്ലാം ദൗർബല്യങ്ങളുണ്ടെന്നും ബലഹീനതകളുണ്ടെന്നും കർത്താവായ യേശു ഈ ലോകത്തിൽ വന്ന് കണ്ട് മനസ്സിലാക്കി. അതിനുശേഷം സ്വർഗീയ പിതാവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ബലഹീനതകൾക്കും ദൗർബല്യങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ദൈവത്തിൻ്റെ മഹത്വമാകുന്ന യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി ഈ മഹത്വം നമുക്ക് എങ്ങനെ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അത് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുക വഴിയും അതുവഴി നിത്യജീവൻ പ്രാപിക്കുക വഴിയേ നമുക്ക് ആ മഹത്വം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ വെച്ച് തന്നെ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് യേശു പറയാനുണ്ടായ കാരണം അത് തന്നെ. നിങ്ങൾ ദൈവരാജ്യം അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യം? നമ്മൾ നേരത്തെ കേട്ട വചനമാണ് റോമാലേഖനം 14:17. ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന്. അപ്പം നീതി അതുവഴി സമാധാനവും നമുക്ക് ലഭിക്കും, അതുവഴി പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമുക്ക് ലഭിക്കും. ഈ പറഞ്ഞത് നമുക്കുണ്ടെങ്കിലേ നമ്മൾ ദൈവരാജ്യത്തിലാകുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ലഭിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മൾ നിറയണം. അതിന് വചനമനുസരിച്ച് ജീവിക്കാൻ അഭ്യസിക്കണം. ഓരോ ദിവസവും നമ്മൾ വചനമനുസരിച്ച് ജീവിക്കാൻ അഭ്യസിച്ചുകൊണ്ടിരിക്കണം. അതിന് വലിയ വിലയൊന്നും കൊടുക്കണ്ട. കർത്താവായ യേശു പറയുന്നുണ്ട്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണെന്ന്. നമ്മളിൽ പലർക്കും കർത്താവ് പറഞ്ഞ വചനം ഭയങ്കര ഭാരമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 40:1 പറയുന്ന വചനം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാവരുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പോരുന്ന സമയം മുതൽ എല്ലാവരുടെയും അമ്മയുടെ ഉദരത്തിലേക്ക് പോകുന്ന സമയം വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ കനത്ത നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയം മുതൽ എല്ലാവരുടെയും അമ്മയുടെ അടുത്തേക്ക്, അമ്മയുടെ മടിയിലേക്ക് പോകുന്ന സമയം വരെ, അതായത് ഈ ലോകത്തിൽ ജനിച്ച് മനുഷ്യൻ മരിക്കുന്നത് വരെ മനുഷ്യൻ്റെ മേൽ കനത്ത നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. ആദാവിൻ്റെ സന്തതികളുടെ മേൽ. നമ്മൾ ആദത്തിൻ്റെ സന്തതികളാണ് യേശു ക്രിസ്തുവിലായി തീർന്നിട്ടുണ്ടെങ്കിൽ അല്ല. നമ്മുടെ രണ്ടാമത്തെ ആദമാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഒരിക്കലും പാപം ചെയ്യുന്നില്ല. യോഹന്നാൻ അത് പഠിപ്പിക്കുന്നുണ്ടോ? കാരണം ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു. 1 യോഹന്നാൻ 5:18 അത് പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. കാരണം എന്താണ്? ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു. കാരണം ലോകം മുഴുവനും സാത്താൻ്റെ പിടിയിലാണെന്നാണ് അടുത്ത വചനം പറയുന്നത്. 19 പറയുന്നതാണ്. 18ഉം 19ഉം നമ്മളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. 19 പറയുവാണ് ലോകം മുഴുവനും ദുഷ്ടൻ്റെ കരവലയത്തിലാണെന്ന്. അപ്പോൾ ദുഷ്ടൻ്റെ കരവലയത്തിലായതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ച മക്കളെ എല്ലാവരെയും യേശു ക്രിസ്തു സംരക്ഷിക്കുന്നത്. കാരണം അവർ ദുഷ്ടൻ പിടികൂടാതിരിക്കാൻ വേണ്ടിയിട്ട്, ദുഷ്ടൻ്റെ കരവലയത്തിൽ അവർ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവപുത്രനായ യേശു അവരെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ദൈവരാജ്യത്തിലായതുകൊണ്ടാണ് അങ്ങനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അവർ ദൈവരാജ്യത്തിലായിരിക്കുന്ന വ്യക്തികൾ ഈ ലോകവാസം വെടിഞ്ഞ് പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഈ ലോകവാസം വെടിഞ്ഞ് അവർ പോകുന്നത് പരദീസയിലായിരിക്കണം. മരണ ജോർദാനം കടന്ന് അവർ പോകുന്നത് പരദീസയിലായിരിക്കണം. അല്ലാതെ പാതാളത്തിലേക്ക് തള്ളപ്പെടരുത്. അവർ പാതാളത്തിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാതാളത്തിലെ തീയെക്കുറിച്ച് കർത്താവായ യേശു പറയുന്നുണ്ട്. ധനവാനും ലാസറിൻ്റെയും കഥയിൽ അത് പറയുന്നുണ്ട് കർത്താവ്. എന്താണ്? ധനവാൻ അങ്ങോട്ട് പോയതായിട്ടാണ് പറയുന്നത്, നരകത്തിലേക്ക് എടുക്കപ്പെട്ടെന്നാണ് പറയുന്നത്. ലാസർ അബ്രാഹത്തിൻ്റെ മടിയാകുന്ന പരദീസയിലേക്കും പോകപ്പെട്ടു. അപ്പോൾ
കർത്താവായ യേശു തന്നെ ഈ നരകത്തിലെ പാതാളത്തിലെ തീയെക്കുറിച്ച് ഇവിടെ അരുളി ചെയ്തിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് നരകം ഇവിടെയില്ല, സ്വർഗം ഇവിടെയില്ല. അവിടെ നരകവും സ്വർഗമൊക്കെ ഭൂമിയിൽ തന്നെയാണ്, മറ്റു സ്വർഗവും നരകവും ഒന്നും ഇല്ല ഈ ലോക ജീവിതം കഴിഞ്ഞിട്ടെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ധനവാനെയും ലാസറിനെയും കഥ പറയില്ലായിരുന്നു. ധനവാനെയും ലാസറിനെയും കഥയിലാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ധനവാൻ്റെ മരണശേഷം ധനവാൻ നരകത്തിലേക്ക് പോയെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കടുത്ത തീയിൽ കിടന്ന് അവൻ ഉരുകുന്ന സമയത്ത് ലാസറിനോട് അവൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിൽ ഇറ്റിച്ച് തരാൻ പറ്റുമെന്ന് ധനവാൻ നരകക്കുഴിയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അബ്രാഹത്തോട് പറയുന്നുണ്ട്. അപ്പം നമ്മളും ആ വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടതായ ഗതികേട് വരരുതേ എന്ന് എനിക്കൊരു അഭ്യർത്ഥനയും അപേക്ഷയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്കുണ്ട്. നമുക്ക് കേട്ട വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കണമെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾ ധ്യാനിക്കാൻ വിട്ടുപോകരുത്. കേട്ട വചനങ്ങൾ എഴുതിയെടുത്ത് നമ്മളിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് അത് ധ്യാനിക്കണം. ധ്യാനിച്ച് നിത്യത സ്വീകരിക്കാൻ വേണ്ടി, ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി, ഈ ലോകത്തിൽ വെച്ച് തന്നെ നിത്യതയിൽ പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക. വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് ഈ ലോക ജീവിതം കഴിഞ്ഞ് പാതാളത്തിൽ കിടന്ന് കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷം ദൈവം തിരുമനസ്സായാലും ഒരു പക്ഷേ നിത്യജീവൻ കിട്ടിയെന്നിരിക്കും, ഇല്ലെങ്കിൽ പഴയ പടിയിൽ തന്നെ ആയിരിക്കേണ്ടി വരും. അപ്പോൾ പ്രാർത്ഥിക്കാം. സർവശക്തനും ആനന്ദ നന്മ സ്വരൂപനുമായ കർത്താവായ യേശുവേ, ദൈവവചനം വിശ്വസിക്കാതെ അനുതാപമില്ലാതെ ഇത്രയും കാലം ഞങ്ങളുടെ ജീവിതം വ്യർത്ഥമാക്കിയതിനെ ഓർത്ത് അടിയങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ മഹത്വം ദൈവത്തോളം തന്നെയാണെന്ന് മനസ്സിലാക്കാതെ ഈ ലോക മഹത്വത്തിൻ്റെ പിന്നാലെ പോയതിനെ ഓർത്ത് ലജ്ജിക്കുന്ന കർത്താവേ, തുടർന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് അവിടുത്തെ മഹത്വം സ്വീകരിച്ച് നിത്യജീവന് ഉടമകളായി തീരാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന യേശുവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ.